ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. നല്ല പുളിച്ച മാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്ന മാവ് കളയാതെ എടുത്ത് വച്ചിരുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് കോൾഗേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൾഗേറ്റ് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കോൾഗേറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. വൈറ്റ് കോൾഗേറ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷാമ്പു ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല. നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ച് തന്നെ അതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ കോൾഗേറ്റും അതുപോലെ തന്നെ ആ ഷാമ്പുവും മാവും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലത്തെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ജ്യൂസർ അതുപോലെ തന്നെ മിക്സിയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ വെളുത്ത് കിട്ടും. അപ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ആ ഒരു എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എത്ര അഴുക്ക് തന്നെ ഉണ്ടായിരുന്നാലും അതെല്ലാം നല്ലതുപോലെ വെളുത്ത് കിട്ടും. നമ്മളൊരു ബ്രഷോ അല്ലെങ്കിൽ ആ ഒരു സ്ക്രബ്ബറോ ഉപയോഗിച്ച് നല്ലതുപോലെ, അത് നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ നല്ല സ്പോഞ്ചായിട്ടുള്ള സ്ക്രബ്ബർ തന്നെ ഉപയോഗിക്കണം. ഇങ്ങനെ ഉപയോഗിച്ച് ആ ഒരു ജ്യൂസറിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കും. അവിടെ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് ജ്യൂസറിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വൃത്തിയാക്കിയ ശേഷം മിക്സി നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് ഒന്ന് മുക്കിയ ശേഷം, തുണിയിൽ മുക്കിയ ശേഷം തുടയ്ക്കുന്നതാണ് നല്ലത്. അല്ലാതെ നേരിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ അതില്ലാതായിപ്പോവും. അപ്പോൾ ഞാൻ അതവിടെ എല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, എന്ത് അഴുക്ക് പിടിച്ചിരുന്ന ഒരു ജ്യൂസറാണ് ഇപ്പോൾ നല്ല പുതിയതുപോലെ ഇരിപ്പുണ്ട്. കണ്ടോ, അതിൻ്റെ അകമൊക്കെ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ദോശമാവും കോൾഗേറ്റും ഷാമ്പുവും കൊണ്ടുള്ള ഈ ഒരു ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അടുത്തൊരു ടിപ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സ്ഥിരമായിട്ട് നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതിൻ്റെ ഇടഭാഗത്തൊക്കെ നിറയെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങ് തേച്ച് കഴുകി പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ആ അഴുക്കെല്ലാം പോയി നല്ലതുപോലെ പുതിയതുപോലെ ഇരിക്കും. അപ്പം നിങ്ങൾ അതും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. എത്ര അഴുക്ക് പിടിച്ച സിങ്കും നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക. അതുമാത്രമല്ല, നമ്മൾ ആ സിങ്കിൻ്റെ പുറത്തൊക്കെയും നമ്മൾ ഈ ഒരു മാവ് കൊണ്ട് തേക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെളുത്ത് കിട്ടും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഗ്യാസ് അടുപ്പ് കാണുമല്ലോ, ഗ്ലാസ്സിലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ബർണറൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിയില്ലെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ പൊടി പിടിച്ച് തുരുമ്പൊക്കെ പിടിച്ച് ഇല്ലാതാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് അടുപ്പ് ഇതുപോലെ നോക്കുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, അതിലൊക്കെ നമ്മൾ പാചകം ചെയ്യുന്നതൊക്കെ വീണ് നല്ലതുപോലെ പറ്റി പിടിച്ച് കറ പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു മാവ് നമ്മൾ ബ്രഷിൽ മുക്കി തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ വെളുത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ ബർണറൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലതുപോലെ കറുത്ത് പറ്റി പിടിച്ചിരിക്കുകയാണ് കണ്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ എല്ലാം ഇളക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ അടുപ്പൊക്കെ പെട്ടെന്ന് ഇല്ലാതാവാറുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ നമ്മൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ അതവിടെ അതിൻ്റെ എല്ലാ ബർണറും ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പരന്ന പാത്രത്തിലാണ് ഇതെല്ലാം ഇളക്കി എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇനോയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു കവർ ഞാൻ ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വെളുത്ത് കിട്ടാൻ ഏറ്റവും നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മൾ ആ ഇനോ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ മുകളിലേക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വിനിഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ എല്ലാ ഭാഗത്തൊന്ന് വിനിഗർ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം
നമ്മൾ ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. ആ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും അത് നല്ലതുപോലെ ഒന്ന് അഴുക്കൊക്കെ ഇളകി കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം മാത്രമേ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാവൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അതിനെ ഒന്ന് കുതിരാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബർണറിലേക്ക് ഞാൻ ഇവിടെ കോൾഗേറ്റ് മാവിൽ മിക്സ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇതുകൊണ്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ ഇതിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ആ ബ്രഷ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്കെല്ലാം ഇളകി കിട്ടും. അപ്പോൾ എത്ര പറ്റിപ്പിടിച്ച അഴുക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ ആരും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടഭാഗത്തുള്ള ആ ഒരു അഴുക്കെല്ലാം ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് കളയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസൊക്കെ പെട്ടെന്ന് ചീത്താവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, നല്ലതുപോലെ പറ്റി പിടിച്ചതിൽ ഞാൻ കുറച്ച് കോൾഗേറ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവിൻ്റെ മിക്സും കൂടി നമുക്ക് ബ്രഷിലേക്ക് മുക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തേക്കുകയാണെങ്കിൽ നല്ലതുപോലെ അഴുക്കിളകി കിട്ടും. അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു നല്ലതുപോലെ പറ്റി പിടിച്ച അഴുക്കെല്ലാം നല്ലതുപോലെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എത്ര പറ്റി പിടിച്ച അഴുക്കും ഇതുകൊണ്ട് തന്നെ നല്ലതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം അവിടെ ആ ഒരു ഗ്യാസ് അടുപ്പിലുള്ള എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ അടുപ്പിലുള്ളത് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മളൊന്ന് തുണിയിലേക്ക് ഒരു കോട്ടൺ തുണിയിൽ ഒന്ന് നമ്മൾ വെള്ളം മുക്കിയ ശേഷം ആ ഒരു അടുപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് നല്ലതുപോലെ തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. നിങ്ങൾക്ക് തുടയ്ക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടിപ്സാണ്, എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ എല്ലാ അടുപ്പിൻ്റെ പുറവും എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ അടുപ്പൊക്കെ നല്ലതുപോലെ എല്ലാ പറ്റി പിടിച്ച അഴുക്ക് മാറി നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ശേഷം ഈ ബർണറെല്ലാം നമുക്കിതിലേക്ക് ഒന്ന് വച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ അടുപ്പൊക്കെ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതൊരിക്കലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം അടുപ്പ് കണ്ടോ, നല്ല പുതിയ അടുപ്പ് പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഗ്യാസ് അടുപ്പൊക്കെ ഉപയോഗിക്കുന്നവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ ദോശമാവ് കൊണ്ടുവന്നുള്ള അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. ഇതുപോലത്തെ സിങ്കിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ഒരു അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്ന ആ ഭാഗത്തുള്ളൊക്കെ അഴുക്ക് മാറ്റാനും ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഇതുപോലെയൊക്കെ ടൈൽസിൻ്റെ ആ ഒരു ഇടഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കും. അങ്ങനെയൊക്കെ വേണമെടുത്ത് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ സിങ്കൊക്കെ നല്ല പുതുപുത്തനായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മൾ വാഷ് ബേസിലൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റിയതിലൊക്കെ നമ്മളിതുപോലെ കുറച്ച് ആ ഒരു മാവൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പുതിയ ബേസൺ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോവല്ലേ.